കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമായി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും നമ്മുടെ ആവശ്യങ്ങളുമായി കൃപാസിംഹാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനും ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം കർത്താവായ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവനോടെ ഉണ്ട്. ആ യേശു എന്നെ വിടുവിക്കുവാൻ മതിയായവനാണ്. ആ യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ യേശുവിൻ്റെ കയ്യിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങൾ ഏത് മതമായിക്കോട്ടെ സമുദായമായിക്കോട്ടെ, ഇതൊന്നും ഒരു വിഷയമല്ല. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറുക തന്നെ ചെയ്യും. യേശുവിനോട് കൂടെ നമുക്ക് ഈ ലോകത്തിൽ വേണ്ടുന്നതെല്ലാം സൗജന്യമായി ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും സംശയത്തോടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഭവനത്തിൽ സാമ്പത്തികമായ നന്മ കർത്താവ് തരും. നിങ്ങളുടെ ശാരീരികമായ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ തോമസ് ടൂട്ടി ബ്രദർ കുന്നംകുളത്ത് നടത്തിയ ഒരു TVS മീറ്റിങ്ങിൽ തൻ്റെ ആ ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നിന്റെ കർത്താവാണെങ്കിൽ, യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്ന നാഥനാണെങ്കിൽ, നിന്റെ മുമ്പിൽ പിശാചും ലോകവും പറഞ്ഞിരിക്കുന്ന ഏത് നോയെയും ഏസാക്കി മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ. നടക്കത്തില്ല, ഇനി ഇങ്ങോട്ട് വരണ്ട, വാതിൽ അടച്ചിരിക്കുന്നു എന്ന് പലരും പറഞ്ഞു കാണും. എന്നാൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, വാതിൽ അടച്ചു, നടക്കത്തില്ല എന്ന് പറഞ്ഞവർ തന്നെ, നോ എന്ന് പറഞ്ഞവർ തന്നെ യെസ് എന്ന് പറഞ്ഞ് വാതിൽ നിനക്കായി തുറന്നു തരും. അത് എൻ്റെയും നിങ്ങളുടെയും ശക്തി കൊണ്ടല്ല, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്നവൻ്റെ ശക്തി കൊണ്ടാണ്. ക്രൈസ്തവ മതത്തിൽ ജനിച്ചവരിൽ ക്രിസ്തു ഉണ്ടെന്ന് പറയാനൊക്കില്ല. എന്നാൽ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിളിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത, കർത്താവിന് ഹൃദയം വിട്ടുകൊടുത്ത ഏതൊരു വ്യക്തിയും, അതിന് മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, ഒരു കുഞ്ഞെന്നില്ല, വലിയവനെന്നില്ല, യേശുവേ അങ്ങൻ്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ ആ പറയുന്ന നിമിഷം മുതൽ യേശുനാഥൻ ആ വ്യക്തിയിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പ് പലരും നോ പറയുന്നത് കേട്ട് പരാജയപ്പെട്ട് അയ്യോ വാതിൽ അടഞ്ഞേ എന്ന് പറഞ്ഞ് പോന്നെങ്കിൽ, ഇനി യേശു അകത്തുണ്ടോ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി ഉണ്ടോ, ആ വചനത്തിൽ വിശ്വസിച്ച് പിന്തിരിയാതെ മുൻപോട്ട് ചെന്നു. അടഞ്ഞ വാതിൽ നോ എന്ന് പറഞ്ഞ് അടച്ചവർ യേസ് എന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ തുറന്നു തരും. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇതാണ് ഇന്നത്തെ സന്ദേശം. Every no will become yes for those who believe. വിശ്വസിക്കുന്നവർക്കായി എല്ലാ നോകളും യേസുകളായി മാറും.
അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, എല്ലാ നോകളും യേസുകളായി മാറാൻ പോകുകയാണ്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കും. ഒരു വേദഭാഗം നമ്മൾ വായിക്കാൻ പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവന്റെ മുമ്പിൽ സംഭവിക്കുന്ന സംഭവത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ. നിങ്ങളുടെ ഇടയിൽ ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് അർദ്ധരാത്രി ചെന്ന് മുട്ടി വിളിക്കുകയാണ്, അയ്യോ, രാത്രിയിൽ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു, അവന് കൊടുക്കാനൊന്നുമില്ല, ഒരു 3 അപ്പം വായ്പ തരണം, പിന്നെ തരാം എന്ന് പറഞ്ഞ് ചെന്നാൽ യേശു പറഞ്ഞതാണ്, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു. നോ 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 എന്നവൻ പറഞ്ഞാലും, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, പൈതങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു, ഇനി രക്ഷയില്ല, എടുത്ത് തരാൻ നിവൃത്തിയില്ല, സാധനകത്തുണ്ട്, തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം, അവന്റെ ഉള്ളിലെ വിശ്വാസം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം വേണ്ടുവോളം കൊടുക്കും. 3 ചോദിച്ച് അവന് വേണ്ടുവോളം കൊടുക്കും. ഇത് യേശു പറഞ്ഞതാണ്. അടുത്ത വാക്യം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങൾ പിന്മാറരുത്. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തം നമുക്ക് വചനത്തിലുണ്ടെന്നിരിക്കട്ടെ. കർത്താവിലെ ഒരു വാഗ്ദത്തമാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കുറെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല, അങ്ങനെ പറയരുത്. വാഗ്ദത്തം അകത്തുണ്ടോ, അതിൽ വിശ്വാസമുണ്ടോ, അതിൽ മുറുകെ പിടിച്ചോ, അത് ലഭിച്ചിരിക്കും. യേശു പറഞ്ഞതാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ചിലർക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു സൗഖ്യം പെട്ടെന്ന് കണ്ടില്ല. വിട്ടുകൊടുക്കരുത്. അടുത്തിരിക്കുന്ന ആൾ പറ, വിട്ടുകൊടുക്കരുത്. ഏത് നോയും ഏസായി മാറും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവം പറഞ്ഞൊരു വാഗ്ദത്തത്തെ പിടിച്ചങ്ങോട്ട് പൊക്കൂ. വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ധൈര്യമായിട്ട് പൊക്കൂ, ഏത് വാതിലും തുറക്കും. വായിക്കാം. ഞാനും സുല്ലാനോസും തിമഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. ഞങ്ങള് യേസെന്നേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് പറയാൻ ഒരു കാരണമുണ്ടെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ഞാനും ശീലാസും അഥവാ സിൽവാനോസും പ്രസംഗിച്ച യേശു ഒരു പ്രാവശ്യം വരെ ഉവ്വ് തരാം, പിന്നെ നോനോ ബുദ്ധിമുട്ട എന്ന് പറയുന്നവനല്ല. അവനിൽ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആൾ പറ, നമ്മൾ കേൾക്കുന്ന ഈ യേശുവിന് എന്തേലും ചോദിച്ചാൽ നോന്നൊരു പരിപാടിയില്ല, ഏസെന്നേ ഉള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനിൽ ഉവ്വ് എന്ന് അത്രേ. അടുത്ത വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അവനിൽ ഉവ്വ് എന്നത്രേ. അപ്പൊ പുതിയ നിയമ വാഗ്ദത്തങ്ങൾ മാത്രമല്ല, പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. അവിടെ ഒത്തിരി നല്ല വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ നമ്മൾ വായിക്കുകയാണ്, ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ആ വാഗ്ദത്തങ്ങൾ പോലും ക്രിസ്തുവിൽ ഒരു പുതിയ നിയമവിശ്വാസിക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന, മുമ്പേ നമ്മൾ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. വാഗ്ദത്തങ്ങൾ കിട്ടാത്ത
വിജാതികളായി നടന്നവരാണ്. എന്നാൽ ക്രിസ്തു മൂലം നമ്മൾ അവകാശികളായി തീർന്നു. പഴയ നിയമത്തിൽ അവർക്ക് കിട്ടാഞ്ഞതായ വാഗ്ദത്തങ്ങളോട് നമുക്ക് കിട്ടും. അവർക്ക് ലഭിച്ചില്ല നിത്യതയുടെ വാഗ്ദത്തം, അവർക്ക് ലഭിച്ചില്ല പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, അവർക്ക് ലഭിച്ചില്ല കൃപാവരങ്ങൾ, അവർക്ക് ലഭിച്ചില്ല നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ സന്തോഷം. ഇതെല്ലാം നമുക്ക് കിട്ടും. എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് വചനം പറയുന്നത്. വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. നമ്മള് ഉവ്വ് 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 എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ ആമേൻ ആമേൻ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും എന്താ ഈ ആമേൻ പറയുന്നതെന്ന് എന്ന് പറഞ്ഞാൽ, ഒരു വചനം കേൾക്കുന്ന ഉടനെ അതിനകത്ത് ഇന്നത് നടക്കുമെന്ന് പറയും. ദൈവമക്കൾ എന്തോ ചെയ്യണം? ആമേൻ. അടുത്തിരിക്കുന്ന ആൾ പറ, പ്രാർത്ഥന കഴിയുമ്പം മാത്രം പറയുന്നതല്ല ആമേൻ. ഒരു വാഗ്ദത്തം കേൾക്കുമ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയണം? ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞൊന്ന് പിടിച്ചിങ്ങോട്ട് എടുക്കും. ആമേൻ ആമേൻ. യേശുക്രിസ്തുവിന്റെ ഒരു പേര് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ എന്നാണ്. എന്ന് പറഞ്ഞ പറഞ്ഞ വചനം ഉറപ്പിക്കുന്നവൻ, വചനത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് ആശ്രയിക്കുന്നവന് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നവൻ. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. അങ്ങനെ ആമേൻ പറഞ്ഞ് പിടിച്ചെടുത്ത ചിലരുടെ കാര്യം നമ്മളൊന്ന് കേൾക്കാൻ പോവാ. നോ പറഞ്ഞിട്ട് നോയെ ഏസാക്കിയെടുത്ത ചില വിശ്വാസികൾ. അടുത്തിരിക്കുന്ന ആൾ പറ, നോ പറഞ്ഞാലും നിരാശപ്പെട്ട് വീട്ടിൽ പോകരുത്. പറഞ്ഞാട്ട് ഏസാക്കിയേ പോകാവുള്ളൂ. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നു. അതിൻ്റെ 21 മുതൽ 28 വരെ. മത്തായി 15-ന്റെ 21 മുതൽ 28 വരെ വായിക്കുക. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് ഒരു യഹൂദ സ്ത്രീ അല്ല, അന്ന് ക്രിസ്ത്യാനി ഇല്ല, ഇവക്ക് വചനം അറിയില്ല, അവൾ മറ്റൊരു ജനതയിൽപ്പെട്ടതാണ്, അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ അവൾ കേട്ടു യേശു ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു. അവൾ പള്ളിയിൽ പോകുന്നതല്ല, അവൾക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അവൾ കേട്ടു ആര് സൗഖ്യം കൊടുക്കുന്നു? യേശു സൗഖ്യം കൊടുക്കുന്നു എന്ന് കേട്ട ഈ കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. ഈ സ്ത്രീ വന്ന് പറഞ്ഞിട്ട് കർത്താവ് മൈൻഡ് ചെയ്തില്ല. അടുത്തിരിക്കുന്ന ആൾ പറ, നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാത്തതല്ല, നിന്നെ കുറച്ചുകൂടി ഒരു അത്ഭുതമാക്കാനുള്ള പരിപാടിയാണ്. ഹല്ലേലൂയ. യേശു അത് മൈൻഡ് ചെയ്യാതിരുന്നു. ഉടനെ ശിഷ്യന്മാർ വന്ന് റെക്കമെൻഡ് ചെയ്യാണ്. പറഞ്ഞാട്ടെ, നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. എന്റെ കർത്താവെ, അവളാണ്ട് നമ്മുടെ പിന്നാലെ എന്ത് ചെയ്യുന്നു? നിലവിളിച്ചുകൊണ്ട് വരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. എന്ന് പറഞ്ഞ അവക്ക് എന്താ കൊടുത്ത് എന്ത് ചെയ്യണം? നീ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. വായിക്കാം. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ പറയാനുള്ള കാരണം ബൈബിളിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലായും. യേശു ക്രിസ്തുവിന്റെ മിഷൻ പ്രാഥമികമായി ആദ്യം ആർക്ക് വേണ്ടിയായിരുന്നു? യഹൂദർക്ക് വേണ്ടിയായിരുന്നു. അവർക്ക് കൊടുത്ത വാഗ്ദത്തം മശിഹായി വിടുമെന്ന്. പക്ഷെ ദൈവത്തിനറിയാം അവർ തന്നെ തള്ളിക്കളയുമെന്ന്. തുടർന്ന് വിജാതിയർക്കെല്ലാം, ആദ്യം യഹൂദനും തുടർന്ന് അവരോട് പ്രത്യേക മമത ഉണ്ടായിട്ടില്ല. പിതാക്കന്മാരോട് ചെയ്ത വാക്ക് ദൈവം പാലിക്കുകയാണ്. അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അപ്രകാരം ചെയ്യുകയാണ്. എന്നാൽ ഞാനിപ്പം വന്നത് നിനക്ക് വേണ്ടിയല്ല, വാസ്തവത്തിൽ അവളെ ഒന്ന് പരീക്ഷിക്കാനാണ് കർത്താവ് ചോദിച്ചത്. മൈൻഡ് ചെയ്യാത്ത പോലെ ഒരു നോ. അടുത്തിരിക്കുന്ന ആൾ പറയാ, യേശുവിൻ്റെ പോലെ നോ നിനക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവൾ വന്ന്, കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും ഒരില്ല. യഹൂദന്മാരെ അവിടെ അബ്രഹാമിന്റെ മക്കൾക്കുള്ളതാണിത്. അപ്പൊ അന്ന് യഹൂദർ മറ്റ് ഇതര ജാതികളെ നായ്ക്കളെന്ന് വിളിക്കുമായിരുന്നു. ഹോ, എന്തൊരു ഭീകരമാണല്ലേ!
യഹൂദന്മാർ ഉപയോഗിക്കുന്ന പദം പറയണം, മക്കളുടെ അപ്പമാണ് ഇത്, മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ പിന്നെ മേലെ ആ യോഗത്തിന് പോവോ എന്ന് ചോദിച്ചു. നമ്മുടെ ഈഗോ പൊങ്ങുമല്ലേ, എന്നാലും എന്തുവാ ഇതെന്ന് പറയും. പക്ഷേ അവൾ എന്ത് ചെയ്തു? അടുത്തിരിക്കുന്ന ആളോട് പറ, നോയെ ഏസാക്കാം. അവൾ എന്ത് ചെയ്തു? വായിച്ചാട്ടെ. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ കർത്താവേ, അങ്ങ് പറഞ്ഞതിന് ഞാൻ ആമേൻ പറയുന്നു. കർത്താവ് എന്തേലും നോ പോലെ പറഞ്ഞാലും അതിനകത്ത് എവിടോ ഒരു വിടുതൽ കിടപ്പുണ്ട്. സ്തോത്രം. ആമേൻ പറഞ്ഞാട്ടെ. അവള് പറയാണ് ആമേൻ. കർത്താവിനോട് അവൾ എന്തോ പറഞ്ഞു? ആമേൻ. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതിനെന്തോ പറഞ്ഞോണം? ആമേൻ. അതേ കർത്താവേ, നീ പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തിന് ഞാൻ ആമേൻ പറയാൻ പോവാ. നീ പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറഞ്ഞു, നായ്ക്കുട്ടികൾക്ക് ഏത് കിട്ടുമെന്ന്. അതിനാമേൻ, ആമേൻ, അതിനാമേൻ. അത് മതി എനിക്ക്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വായിച്ചാട്ടെ. അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ആർക്കുണ്ട്? അടുത്ത വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. അടുത്തിരിക്കുന്ന ആള് പറ, വലിയ വിശ്വാസത്തിന് ഏത് നോയെ മേസാക്കാം. അടുത്ത വാക്യം. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. മറ്റൊരു വേദഭാഗത്ത് ഇതേ കാര്യം വായിക്കുമ്പോൾ തൻ്റെ കൂടെ വന്ന യഹൂദന്മാരോട് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പൊ പള്ളിയിൽ പോകുന്നതാണോന്നില്ല, ഇസ്രായേൽ ആകണമെന്നില്ല, ഒന്നുമില്ല. വിശ്വാസം ഹൃദയത്തിൻ്റെ ഒരു കാര്യമാണ്. ഇതിന് മതവുമായിട്ടൊരു ബന്ധവുമില്ല. ദൈവത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടോ? നിന്റെ ജീവിതത്തിൽ അത്ഭുതമാണ്. ഇത് കേട്ടോണ്ട് വീടുകളിൽ TV കണ്ടോണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതമാണ്. എല്ലാവരും നോ പറഞ്ഞു. ഡോക്ടർ നോ പറഞ്ഞു, അച്ഛൻ നോ പറഞ്ഞു, പാസ്റ്റർ നോ പറഞ്ഞു, എല്ലാവരും അസാധ്യതകൾ പറഞ്ഞെങ്കിലും വിശ്വസിക്കുന്ന നിനക്ക് അത്ഭുതം നടക്കും. നീ എഴുന്നേറ്റ് നടക്കും, തളർച്ച മാറും, നിന്റെ കുഞ്ഞ് മടങ്ങി വരും, നിന്റെ ശുശ്രൂഷ വീണ്ടും ജീവനാകും. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തിമരമാണെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു, കണ്ണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഒരു തുള്ളിമരുന്ന് തന്ന് ഒന്ന് നോക്കാൻ. അപ്പം ഞാൻ തുള്ളിമരുന്ന് ഒഴിക്കാറില്ല. ഇപ്പം 2-3 പ്രാവശ്യം ഒഴിച്ചപ്പോൾ ഒഴിക്കാറില്ല. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പം ഞാൻ കണ്ണട വയ്ക്കാതെ ബൈബിള് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ണിനെ തുറന്ന കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഡോക്ടർ പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ്. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യല, ഓപ്പറേഷൻ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ യേശു ഒരു ഓപ്പറേഷൻ അങ്ങ് ചെയ്തതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറിന് എന്തായിരുന്നു പ്രശ്നം? തെങ്ങുമെന്ന് വീണതാ. 15 വർഷം മുന്നേ തെങ്ങുമെന്നിന് വീണതാ. ഇപ്പൊ തണ്ടലിന്റെ എല്ലാ അട്ടിത്തെറ്റ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? നടക്കാൻ പറ്റില്ല, 2 മിനിറ്റ് നേരം നിൽക്കാൻ പറ്റില്ല, 2 മിനിറ്റ് നേരം നടക്കാൻ പറ്റില്ല, മലർന്ന് കിടക്കാൻ പറ്റില്ല, കമഴ്ന്ന് കിടക്കാൻ പറ്റില്ല, വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കാനേ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ വേദന പോയി. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ വേദന പോയി. എവിടുന്ന് വീണതാന്നാ പറഞ്ഞ്? തെങ്ങിൻ്റെ മുകളിൽ നിന്ന്. തെങ്ങിന്ന് താഴെ വീണിട്ട് നട്ടലിൻ്റെ കണ്ണിക്ക് പ്രശ്നമായിട്ട് നിൽക്കാൻ മേല, കുനിഞ്ഞ് നിൽക്കാൻ മേല, ആദ്യ വേദന എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വേദന വിട്ടുമാറി ആളെ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ തന്നെ. എന്നാ ഒന്ന് കുനിഞ്ഞൊക്കെ ഒന്ന് കാണിച്ചേ. ശരിയായി കുഴപ്പമില്ല. എന്നെ സമാധാനിപ്പിക്കും, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു.
പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് കുരുട്ട് കണ്ണുകളെ തുറക്കാനാണ്. കർത്താവായ യേശുവിൻ്റെ പദ്ധതി നമ്മുടെ ഭാഗ്യമായ കണ്ണുകളെ അവൻ തുറക്കും, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അവൻ തുറക്കും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കി മാറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ആ ഒരു സഹോദരിയുടെ കണ്ണുകളെ കർത്താവ് തുറന്നു. എത്ര വലിയ അത്ഭുതമാണ്. എത്ര നാൾ ആ സഹോദരി ഈ വിഷയം മൂലം ഭാരപ്പെട്ടു, എത്ര പ്രശ്നങ്ങൾ ഇത് മുഖാന്തരം തൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ഒരു നിമിഷം, യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ നിമിഷം തൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറും. ഇന്ന് നമ്മൾ കേട്ട ആ മെസ്സേജ് പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏത് അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങളെയും സാധ്യമാക്കി, അത്ഭുതമാക്കി കർത്താവ് മാറ്റും. എഴുതി തള്ളിയ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് മറ്റുള്ളവർക്ക്, ദേശത്തിന്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഒരു അത്ഭുതവും അനുഗ്രഹവുമാക്കി കർത്താവ് മാറ്റും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇപ്പോൾ യേശു നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ട്. യേശു ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുന്നവനല്ല, തൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. ആ കർത്താവ് നിങ്ങളെ ഇപ്പോൾ തന്നെ തൊടും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. കർത്താവ്, ഇന്ന് അവിടുന്ന് ചെയ്ത അത്ഭുതം ഞങ്ങൾ കണ്ടു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറട്ടെ. അന്ധമായ കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളിലെ ഞരമ്പുകളിൽ കൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് നോർമലായി തീരട്ടെ. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ടിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. പൂർണ്ണമായി വിടുതൽ, ശരീരത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ കേൾക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം ഓരോരുത്തരും തൊടണമേ. ഒരു വലിയ വിടുതൽ അവർക്കുണ്ടാകട്ടെ. നാളെയെക്കുറിച്ചുള്ള ഭാരങ്ങൾ മാറട്ടെ, വഴികൾ തുറക്കട്ടെ, തലമുറയിൽ അനുഗ്രഹം വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം ഓരോരുത്തരെയും തൊട്ട് കഴിഞ്ഞിരിക്കുക. സ്തോത്രം. വിടുവിച്ചിരിക്കുക. നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.